ഹായ് ഗൈസ്, അപ്പോൾ പിന്നെയും വെൽക്കം ബാക്ക്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. നമ്മള് ഇന്ന് പാർട്ട് 2 ചെയ്യാൻ പോവാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇന്ന് നമ്മൾ എന്തായാലും സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. കുറച്ച് ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അങ്ങോട്ടേക്കുള്ള പോക്കാണ്. വീണ്ടും ഞാൻ അന്ന് വീഡിയോ എടുത്ത സെയിം സ്പോട്ടിൽ തന്നെയുള്ളത്. സത്യമാണോ ഈ പറയുന്നത്? ബാക്കി ഇനി അവിടെ വെച്ച് കാണാം. ഗൈസ്, സോ ഞാൻ പത്മ സ്റ്റിക്കർ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞാൻ പ്രിൻ്റ് എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അതൊന്നും ഞാൻ ഉദ്ദേശിച്ച ഡിസൈൻ നടക്കില്ല എന്ന് പറഞ്ഞ് അത് പ്രിൻ്റ് എടുക്കുന്ന ടാസ്ക്കാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ. സോ തൽക്കാലത്തേക്ക് ഞാൻ ഇത് ഒട്ടിച്ചിട്ട് ഞാൻ വിചാരിച്ച സംഭവം ഉണ്ട്, അതിന് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. ഈ ഷോപ്പ് ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ട്. ഇവരിപ്പോൾ റീലൊക്കേറ്റ് ചെയ്തതാണ്. അതിനുള്ള തിണ്ടിത്തിരിയലായിരുന്നു 1.5 മണിക്കൂർ. ഞാൻ ഇപ്പോൾ വന്ന് മധൂർ ഭാഗത്തേക്ക് എത്തിയാണ്. ആ ചേട്ടനാണ് ഇതിൻ്റെ ഓണർ. ബൈ നിങ്ങളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ കുറേ സ്ക്രാച്ചസ്. ഇത് ഒരുപാടുണ്ടല്ലോ. അതല്ലേ ഞാൻ പറഞ്ഞത്, ഒരുപാടുണ്ടെന്ന്. ഇതൊക്കെ ലീവന്റെ കരവിരുതുകളാണ്. ഇതെന്താന്ന് വെച്ചാൽ ഇവൻ ഇവിടെ എന്തോ സാധനം കണ്ടു, പൂമ്പാറ്റ എന്തോ കണ്ടു, അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേളിലോട്ട് ചാടിയതാണ്. എന്നിട്ട് മൊത്തം സ്ക്രാച്ച് ചെയ്ത് വെച്ച്. ഗൈസ്, സോ ഫൈനലി ഒട്ടിച്ചിരിക്കുകയാണ്. ഈ ഒരു ഞാൻ ഉദ്ദേശിച്ച സംഭവം ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഇടാം. ബട്ട് ആ സാധനം കിട്ടിയില്ലെങ്കിലും ഇറ്റ്സ് ഗുഡ്. എനിക്ക് അത് കിട്ടാത്തതിൽ ഒരു ഇതുണ്ട്, ബട്ട് അത് ഉണ്ടാക്കാനുള്ള ഒരു വഴിയുണ്ട്. ഞാൻ മിക്കവാറും അത് ചെയ്ത്, പക്ഷേ എനിക്ക് ഇവിടെ എന്തായാലും ഒട്ടിക്കാൻ പറ്റില്ല. ഞാൻ ബാക്കിലും വല്ലതും ഒട്ടിക്കും. സോ ഇപ്പോൾ അത് ഡണ്ണാണ്. സോ ഇന്നത്തെ പരിപാടി എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ നഖം പറ്റിയിട്ടില്ല. ഷിറ്റ്. തന്റെ കൈയൊന്നും കാണിക്കാൻ എന്താ കുഴപ്പം? നല്ല സൂപ്പർ കൈയാണല്ലോ. ചേച്ചി കൈ നോക്കാൻ അറിയാമോ? എനിക്ക് ഇവിടുന്ന് 70 റുപ്പീസ് ആണ് ആയത്. എനിക്ക് അറിയില്ല അത് കോസ്റ്റ്ലി ആണോ അതോ അല്ലയോ എന്ന്. ബട്ട് ഇവിടുത്തെ ആൾക്കാർ നല്ലതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. Thanks a lot and thanks to and I don't think അത് അത്ര ചാർജ് ആയിട്ടില്ല എന്ന്. ഞാനിതോടെ എൻഡ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുന്നു. സ്വാമിയെ നിന്നെ അങ്ങനെ അങ്ങ് പോയാലോ? We are going for a short break. ഗൈസ്, ഇതിലേക്കൊരു അഡ്വർടൈസ്മെന്റ് ബ്രേക്ക് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഐ മീൻ വിചാരിച്ചാൽ മതി. ഇതെന്റെ ഇളയമ്മയുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലം. ഓക്കെ, ഇവിടെ എന്താ സംഭവം എന്നറിയാം? ഇതിലേ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും പനി വരും പോലും. കാരണം ഇവിടെ പണ്ട് കുറേ ശവങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. ശവം കുഴിച്ചിട്ടുള്ളത് സത്യമാണെന്ന് പറയുന്നത്, പക്ഷേ ബാക്കിയുള്ള കാര്യം എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഭയങ്കര ധൈര്യശാലി ആയതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ വേണമെന്ന് വെച്ചാൽ നടന്നൊക്കെ പോയേനെ ഇതില്. പക്ഷേ യുനോ കാടല്ലേ, പാമ്പോ പഴുതാരൊക്കെ ഉണ്ടായാലും അതുകൊണ്ട് മാത്രം പോകാത്തെ. അല്ലാതെ പ്രേതത്തിനൊന്നും മേടിച്ചിട്ടല്ല കേട്ടോ. ഇതൊക്കെ എന്ത് നല്ല സ്ഥലമാണ്. എന്ത് ചെയ്യാനാ, ഇവിടെ കാടില്ലായിരുന്നുണ്ടല്ലോ, ഞാൻ ഇവിടെ ഓടി നടന്നേനെ. ഇതൊക്കെ എന്ത്. അപ്പോൾ ഓക്കെ ബൈ. ഇനി പോവല്ലോ.